സിത്താരയ്ക്ക് തന്നെ മനസ്സിലാകാത്തത് അവനെ അന്താളിപ്പിച്ചു. ഞാൻ ഡോൺ ഡി മാളിയേക്കൽ, അവൻ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ സിത്താരയല്ലെന്ന് പറഞ്ഞല്ലോ. എൻ്റെ പേര് നയോമി. നീ കോലാലംപൂർ ചെന്ന പേരും മാറ്റിയോ? പക്ഷെ നിൻ്റെ പാസ്പോർട്ടിലെ പേര് മാറ്റാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. എടി, മനുഷ്യനെ വട്ടാക്കരുത് വെറുതെ. +1നും +2നും നമ്മൾ ഒന്നിച്ചായിരുന്നു. 2 വർഷം നിൻ്റെ പുറകെ നടന്ന് ലൈനടിച്ചവനാ ഞാൻ. നീ സമ്മതിച്ചിരുന്നെങ്കിൽ ഇപ്പം നീ എൻ്റെ വൈഫാ. പേരെന്താണെന്ന് പറഞ്ഞത്? കൂടുതൽ ആളാവല്ലേ. മലേഷ്യ എന്ന് പറയുന്നത് മറവി രാജ്യമൊന്നുമല്ലല്ലോ. അതോ നിനക്ക് ഡിമെൻഷ്യ പിടിച്ചോ? അതുമുണ്ട്, നയോമി പറഞ്ഞു. അവനുണ്ടല്ലോ ജിംസൺ. നീ ഓർക്കുന്നുണ്ടോ? നിൻ്റെ പുറകെ നടന്നതിന് അവൻ എന്നെ നടുറോഡിൽ പിടിച്ചു നിർത്തി. ഇനി നിന്നെ ശല്യപ്പെടുത്തിയെന്നറിഞ്ഞാൽ എൻ്റെ മൂക്കിടിച്ച് പരത്തുമെന്ന് പറഞ്ഞ്. ബോക്സിംഗ് സ്റ്റൈലിൽ ഒന്ന് വിരട്ടി. എവിടെയാ? മരിയാനെറ്റോയുടെ ശബ്ദം കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി. കയ്യിൽ 2 ചായക്കപ്പുകൾ പിടിച്ച് വരാന്തയിൽ മരിയാനെറ്റോ. ഞാൻ ചായ എടുത്തു, ഇങ്ങോട്ട് വാ. ഇപ്പോൾ വേണമെങ്കിൽ നിന്നെയും അവനെയും പിടിച്ചിടിക്കാനുള്ള ലൈസൻസ് എനിക്കുണ്ട്. ഞാൻ പോലീസിൽ കയറി, ഇപ്പോൾ ക്രൈംബ്രാഞ്ച് CI. ഡോൺ സി മാളിയേക്കൽ പറഞ്ഞു. സോറി, നയോമി പറഞ്ഞു. അവൾ വരാന്തയുടെ നേർക്ക് തിരിഞ്ഞു നടന്നു. മുറ്റത്ത് അപരിചിതൻ നിൽക്കുന്നതിനാൽ മിന്നുമോളും അവളുടെ പുറകെ പോയി. ഏതാനും നിമിഷം അമ്പരന്ന് നിന്നിട്ട് ഡോൺ ഡി മാളിയേക്കൽ മരിയാനെറ്റോയുടെ അടുത്തേക്ക് ചെന്നു. മമ്മി, ഇവളെന്നെ ഓർക്കുന്നേയില്ല. ഇതെന്തു പറ്റി? നീ ചായ കുടിക്ക് ഡോൺ. കയ്യിലിരുന്ന ഒരു കപ്പ് ചായ മരിയാനെറ്റോ ഡോണിന് കൊടുത്തു. അടുത്ത കപ്പ് നയോമിക്കും. ആകെ കൺഫ്യൂഷനായി അല്ലേ? മരിയാനെറ്റോ അവനോട് ചോദിച്ചു. ഡോൺ ചായക്കപ്പ് കയ്യിൽ വാങ്ങിച്ചുകൊണ്ട് വീണ്ടും നയോമിയെ നോക്കി. ഇവൾ വേറൊരാളാണെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? ഇല്ലല്ലോ. ഒരിക്കലുമില്ല. ഇവൾ വേറൊരാളാണെന്നോ? ഡോൺ അവളെ അടിമുടി നോക്കിയിട്ട് ചിരിച്ചു. ഇതെന്താ, കടങ്കഥയാണോ? എന്നാൽ ഇവൾ വേറൊരാളാണ് എന്ന് വെച്ചാൽ വേറൊരു പേഴ്സണാലിറ്റി, മനസ്സിലായോ? കഴിഞ്ഞ കാലമൊന്നും ഇവൾക്ക് ആരെയും ഓർമ്മയില്ല. എന്നെപ്പോലും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഇവൾക്കറിയില്ല ഞാൻ ആരാണെന്ന്. ഡോണിൻ്റെ കയ്യിലിരുന്ന ചായക്കപ്പ് താനെ ചെരിഞ്ഞ് അതിൽ നിന്ന് ചായ അയാളുടെ ജീൻസിലേക്കും കാൽച്ചൂട്ടിലേക്കും വീണു. മമ്മി എന്താ പറയുന്നേ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ വെറുതെ തമാശയ്ക്ക് ചോദിച്ചാൽ ഇവളോട് നിനക്ക് ഡിമെൻഷ്യ ആണോ എന്ന്. ആണെന്ന് അവൾ സമ്മതിച്ചു. അത് സത്യമാണ്. ഇവളെ ഒരിക്കൽ കുറേ ആക്രമികൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. 2 ആഴ്ചയ്ക്ക് ശേഷം തിരിച്ചു കിട്ടി. അപ്പോൾ മുതൽ ഇങ്ങനെയാണ്. കഴിഞ്ഞതൊന്നും ഓർമ്മയില്ല. അങ്ങനെയല്ലേ മോളെ? മരിയാനെറ്റോ ഒടുവിൽ നയോമിയോട് ചോദിച്ചു. അതല്ലേ ശരി? അതെ, നയോമി പറഞ്ഞു. ഡോൺ ഇങ്ങോട്ട് കയറിയിരിക്കെ, മരിയാനെറ്റോ ക്ഷണിച്ചു. ഇരിക്കുന്നില്ല. സിത്താര മുറ്റത്ത് നിൽക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ കാർ നിർത്തിയത്. എത്ര കാലമായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട്? കോലാലംപൂരിലേക്ക് പോയ ശേഷം 2 3 പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. ആരും മിണ്ടുന്നില്ല. ഡോണിന് എന്തെല്ലാമോ സംശയങ്ങൾ തോന്നി. ഈ കുട്ടി ഏതാണ്? അയാൾ തിരക്കി. എൻ്റെ മോളാണ്, നയോമി പറഞ്ഞു. ഡോൺ ഡി മാളിയേക്കൽ വീണ്ടും കുഴപ്പത്തിലായി. അതിന് നിൻ്റെ കല്യാണം കഴിഞ്ഞോ? ഞാനറിയാതെ, ഈ നാട്ടുകാരറിയാതെ, മരിയ മമ്മിയും ജിംസണും അറിയാതെ? സ്വയം വിഡ്ഢിയായതുപോലെ ഡോൺ ഒന്ന് ചിരിച്ചു. മരിയാനെറ്റോ നയോമിയുടെ രക്ഷയ്ക്കെത്തി. മോളെപ്പോലെ വളർത്തുകയാ, ദത്തെടുത്ത കുട്ടിയാണ്. ഓ, ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു പോയി. ഇവരിപ്പോൾ വന്നതേയുള്ളൂ. ഓക്കെ, നമുക്ക് പിന്നീട് കാണാം സിത്താര. നിൻ്റെ മെമ്മറിയൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അത്രമാത്രം ഓർമ്മകൾ നീ ഇവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ചായക്കപ്പ് തിരിച്ചേൽപ്പിച്ച് എല്ലാവരോടും ബൈ പറഞ്ഞ് മിന്നുമോളുടെ തലയിലൊന്ന് ചികഞ്ഞ് ഡോൺ ഡി മാളിയേക്കൽ ഗേറ്റിനരികെ കിടന്ന കാറിന് നേർക്ക് നടന്നുപോയി. കാർ പിന്നോട്ടെടുത്ത് ഓടിച്ചു പോയി കഴിഞ്ഞപ്പോൾ അഷ്ടമൂർത്തി മരിയാനെറ്റോയോട് ചോദിച്ചു. അയാളെന്താ അങ്ങനെ പെരുമാറിയത്? സിത്താര ജീവിച്ചിരിപ്പുണ്ടെന്നാണോ ഇപ്പോഴും അവരൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത്? അതെ, മരിയാനെറ്റോ പറഞ്ഞു. അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ ഇവിടുള്ള ആരും തന്നെ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ലായിരിക്കും അല്ലേ? അഷ്ടമൂർത്തി ചോദിച്ചു. ഇല്ല, അവൾ മരിച്ചു പോയെന്ന് പറയുന്നത് കേൾക്കുന്നതും ജിംസണ് വലിയ സങ്കടമായിരുന്നു. ഞാനൊരു സത്യം പറയാമല്ലോ, അവൻ്റെ മനസ്സിപ്പോഴും അവളുടെ മരണം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അവൾ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെയാണ് മിക്കപ്പോഴും അവൻ്റെ വിശ്വാസം. കടലിൽ കാണാതായ ആളെപ്പറ്റി ഒരു പ്രതീക്ഷയില്ലേ? എന്തെങ്കിലും തിരിച്ചു വരും, ഏതെങ്കിലും കരയിൽ ചെന്ന് കയറിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും കപ്പലോ ബോട്ടോ കണ്ടെത്തി രക്ഷിച്ചിട്ടുണ്ടാകും. അതുപോലെയാണ് അവൻ സിത്താരയെപ്പറ്റി ചിന്തിക്കുന്നത്. നിങ്ങൾ ഇവിടുള്ളവരോട് സത്യം പറയേണ്ടതല്ലേ? അഷ്ടമൂർത്തി ചോദിച്ചു. അവൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവരൊക്കെ വിചാരിച്ചോട്ടെ. അവളില്ലെന്ന് പറഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ഒരാളുടെയല്ല, അനേകം പേരുടെ, മരിയാനെറ്റോ പറഞ്ഞു. ഞാൻ നയോമിയെ കൂട്ടിക്കൊണ്ടു വന്നതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് നിങ്ങളെയും ഈ സ്ഥലത്തെയും അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്, അഷ്ടമൂർത്തി വിശദീകരിച്ചു. നയോമി ചായ കുടിച്ച കപ്പ് വരാന്തയിൽ കണ്ട മേശമേൽ വെച്ചു. മോൾക്ക് ചായ കൊടുത്തില്ലല്ലോ? അതാണ് ഞാൻ ഡോണിന് കൊടുത്തത്, മരിയാനെറ്റോ മനസ്താപത്തോടെ പറഞ്ഞു. എന്നിട്ട് അവർ അടുക്കളയിലേക്ക് നീങ്ങി. അഷ്ടമൂർത്തി നയോമിയെ നോക്കി. എന്ത് തോന്നുന്നു? വളരെ വിചിത്രം, അവൾ പറഞ്ഞു. എന്തെങ്കിലും ദുരൂഹത തോന്നിയോ?
എനിക്കെല്ലാം ദുരൂഹത തന്നെയാ, നയോമി പറഞ്ഞു. വാ, ഊണുമുറിയിലേക്ക് ചെല്ലാം. അവരോട് കുറേ സംസാരിക്കുമ്പോൾ ഒരു വെളിച്ചം കിട്ടും. അവർ ഊണുമുറിയിൽ ചെന്നപ്പോഴേക്കും മരിയാനെറ്റോ മിന്നുമോൾക്ക് ചായ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. നയോമി അത് അവൾക്ക് കൊടുത്തു. മരിയാനെറ്റോയുടെ നോട്ടം എല്ലായ്പ്പോഴും നയോമിയുടെ മുഖത്ത് തന്നെയായിരുന്നു. ഒരു വ്യത്യാസവുമില്ല, ഒരു മുടിനാരിന് പോലും മാറ്റമില്ല. സിത്താര തന്നെ ഇത്. അവളല്ലെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? മരിയ ആരോടൊന്നില്ലാതെ പറഞ്ഞു. സിത്താര ജീവനോടുണ്ടെന്നാണ് ഇവിടെയുള്ളവർ കരുതുന്നതെങ്കിൽ പ്രശ്നമാകുമല്ലോ. നയോമിയെ വെളിയിലിറക്കാൻ പറ്റില്ല. കാണുന്നവരെല്ലാം ഇവൾ സിത്താരയാണെന്ന് വിചാരിച്ച് അടുത്തുകൂടുമല്ലോ. അത് ശരിയാ, അവരോട് നിഷേധിച്ചാലും അവർ വിശ്വസിക്കില്ല. പക്ഷേ ഞങ്ങൾക്ക് പുറത്തിറങ്ങിയേ പറ്റൂ. എസ്റ്റേറ്റിലും ഓഫീസിലും ഫാക്ടറിയിലും പോകണം. അവിടെ ഒന്നും പോയിട്ട് ഒരു കാര്യവുമില്ല. എല്ലാം അടച്ചുപൂട്ടി. നമ്പ്യാർ സാറിൻ്റെ മരണത്തോടെ നാഥനില്ല കളരി പോലെയായി. നമ്പ്യാർ സാറിൻ്റെ സ്വത്തിന് അവകാശികളെന്ന് പറഞ്ഞ് കുറേ പേർ രംഗത്ത് വന്നിട്ടുണ്ട്. ബന്ധുക്കളാണത്രേ. കാലടിയിലോ മറ്റോ നമ്പ്യാർ സാറിൻ്റെ ചില ബന്ധുക്കളുണ്ട്. ഞാൻ അവരുടെയെല്ലാം ലിസ്റ്റ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റും, അഷ്ടമൂർത്തി പറഞ്ഞു. എനിക്ക് അറിവുള്ളിടത്തോളം വിവരങ്ങൾ ഞാൻ തരാം. ഇവിടെ ചില്ലുപാറ എസ്റ്റേറ്റിൽ തൊഴിലാളികൾ കുറേ തോട്ടം കയ്യേറിയിട്ടുണ്ട്. 1-2 ഏക്കർ ഭൂമി വീതം അവർ കൈവശപ്പെടുത്തി വച്ചിരിക്കുകയാണ്. പോലീസിൽ പരാതി കൊടുത്തിട്ട് അവരിടപെടുന്നില്ല. രാഷ്ട്രീയക്കാരുടെ കള്ളക്കളി അതിന് പുറകിലുണ്ട്. പിന്നെ ചോദിക്കാനും പറയാൻ ആരുമില്ലല്ലോ. തൊഴിലാളികൾ കൈവശപ്പെടുത്തിയ തോട്ടം തിരിച്ചെടുക്കാൻ പറ്റുമല്ലോ. പോലീസിൻ്റെയും രാഷ്ട്രീയക്കാരുടെയും പിന്തുണ വേണം. അതിന് പണം കുറേ വേണ്ടിവരും. തോട്ടം കയ്യേറിയത് അന്യായമായിട്ടാണ്. റബ്ബറിന് വലിയ വിലയില്ലാത്തതുകൊണ്ട് ടാപ്പിംഗ് നിർത്തി. ഫാക്ടറിയും ഓഫീസും അടച്ചുപൂട്ടേണ്ടി വന്നു. അത് മാനേജ്മെൻറ്റിൻ്റെ കുറ്റം കൊണ്ടല്ല. ഫാക്ടറിയും തോട്ടവും പ്രവർത്തിക്കണമെങ്കിൽ ഓരോ മാസവും ലക്ഷക്കണക്കിന് നഷ്ടം സഹിക്കണമായിരുന്നു. അതിൻ്റെ പേരിൽ തോട്ടം കയ്യേറിയതും നിയമവിരുദ്ധമായിട്ടാണ്, മരിയാനെറ്റോ പറഞ്ഞു. ചോദിക്കാനും പറയാനും ആളില്ല എന്ന് കരുതണ്ട. നയോമിയുണ്ട്. ഇവളാണ് നമ്പ്യാർ സാറിൻ്റെ ഇന്ത്യയിലുള്ള സ്വത്തുക്കൾക്ക് അവകാശി. അതെല്ലാം സ്ഥാപിച്ചെടുക്കണം. നിയമപരമായിട്ടുള്ള എല്ലാ നീക്കങ്ങൾക്കും ഞാനുണ്ട്. നയോമി എൻ്റെ മുമ്പിൽ നിന്നാൽ മതി. പക്ഷേ എനിക്ക് ഭയമുണ്ട്, മരിയാനെറ്റോ പറഞ്ഞു. നമ്പ്യാർ സാറിൻ്റെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച അതേ കറുത്ത ശക്തി തന്നെയാണ് സിത്താരയെയും ഇല്ലാതാക്കിയത്. അവർ നയോമിയുടെ നേർക്കും തിരിഞ്ഞേക്കാം. ആദ്യം ചെയ്യേണ്ടത് നയോമി മഹാദേവൻ നമ്പ്യാരുടെ മകളാണെന്നുള്ളത് സ്ഥാപിച്ചെടുക്കുക. അതിനുശേഷം അന്യാധീനപ്പെട്ട വസ്തുവകകൾ തിരിച്ചുപിടിക്കുക. പിന്നെ നമ്പ്യാർ സാറിനെയും സിത്താരയെയും ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടത്തിയവരെ പിടികൂടി നിയമത്തിന് മുമ്പിൽ എത്തിക്കുക. എൻ്റെ എല്ലാ സഹായവും അഷ്ടമൂർത്തിക്ക് പ്രതീക്ഷിക്കാം. ജോലിയില്ലാതെ ശമ്പളമില്ലാതെ ജീവിക്കുകയാണ് ഞാനിവിടെ. ഈ താമസ സൗകര്യം മാത്രമേ ഉള്ളൂ. ഇതൊഴിഞ്ഞു കൊടുത്തിട്ട് കൊച്ചിക്ക് തിരിച്ചു പോകാനും ഞാൻ തയ്യാറാണ്. തൽക്കാലം അത് ആലോചിക്കേണ്ട. ഞങ്ങളിവിടെ 2 ദിവസം ഉണ്ടാകും. ഫാക്ടറിയും തോട്ടവും ഒക്കെ കാണണം. ആദ്യം അവളെ ബോധ്യപ്പെടുത്തണം ഇതിൻ്റെയെല്ലാം ഉടമ ഇവളാണെന്ന്. പക്ഷേ അങ്ങനെ നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ ഇവൾക്കും സിത്താരയ്ക്കുണ്ടായ അതേ ഭീഷണി തന്നെ ഉണ്ടാവില്ലേ? നമ്പ്യാർ സാറിനെയും സിത്താരയെയും ഇല്ലാതാക്കിയവർ ഇവൾക്കു നേരെയും തിരിയുമല്ലോ. മരിയാനെറ്റോ സംശയം പ്രകടിപ്പിച്ചു. ഇപ്പോൾ എന്തായാലും നയോമി അവരുടെ കാഴ്ചപ്പാടിലില്ല. കാരണം നയോമിയെപ്പറ്റിയും മഹാദേവൻ നമ്പ്യാരും നയോമിയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയും ശത്രുക്കൾക്ക് അറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം മഹാദേവൻ നമ്പ്യാർക്ക് ഇന്ത്യയിലുണ്ടായിരുന്ന വേരുകളെല്ലാം അവർ പിഴുതെടുത്തു കളഞ്ഞു, അഷ്ടമൂർത്തി പറഞ്ഞു. ആരാണ് ഈ ശത്രുക്കളെന്ന് അഷ്ടമൂർത്തിക്ക് മനസ്സിലായിട്ടുണ്ടോ? മരിയാനെറ്റോ അയാളുടെ മുഖത്തേക്ക് ദൃഷ്ടിയോന്നി. ഒരാൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാവാണ്. എല്ലാവർക്കും അറിയാം. KPSCയുടെ ഒരേയൊരു നേതാവ് കൈലാസ്നാഥ്. ഒരു കാലത്ത് അയാളുടെ പിൻബലം മഹാദേവൻ നമ്പ്യാരായിരുന്നു. പാർട്ടി പ്രവർത്തനത്തിനും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും മന്ത്രിയാകാനും എല്ലാം പണം വാരിക്കോരി കൊടുത്തിരുന്നത് നമ്പ്യാർ സാറായിരുന്നു. അയാളെങ്ങനെ ശത്രുവായി? മരിയാനെറ്റോ ആശ്ചര്യപ്പെട്ടു. ഡൽഹിയിൽ നമ്പ്യാർ സാറിനൊരു വില്ലുണ്ടായിരുന്നത് അറിയാമല്ലോ. അറിയാം. മൾബറി ഹൗസ് എന്നോ മറ്റോ ആയിരുന്നല്ലോ അതിൻ്റെ പേര്. അതെ, ഞാൻ മുമ്പ് പറഞ്ഞ കൈലാസ്നാഥിൻ്റെ ഡൽഹിയിലെ രാഷ്ട്രീയ താവളം മൾബറി ഹൗസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അയാളാണ് അത് കൈവശം വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതൊരു ചെറിയ വീടല്ല, ബംഗ്ലാവ് എന്ന് തന്നെ പറയണം. 13,500 സ്ക്വയർ ഫീറ്റാണ് ആ 3 നില കെട്ടിടത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അത് ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ? ഇടയ്ക്ക് നമ്പ്യാർ സാർ അത് വിൽക്കാൻ പോകണമെന്ന് കേട്ടിരുന്നു. ശരിയാണ്. നമ്പ്യാർ സാറിന് മലേഷ്യയിൽ ഒരു ബിസിനസ് ക്രൈസിസ് വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി മൾബറി ഹൗസ് വിൽക്കാൻ തീരുമാനിച്ചു. അത് കൈലാസ്നാഥിനെ ഇഷ്ടപ്പെട്ടില്ല. അയാളുടെ രാഷ്ട്രീയ ചൂതാട്ട കേന്ദ്രമായിരുന്നല്ലോ മൾബറി ഹൗസ്. നമ്പ്യാർ സാർ വല്ലപ്പോഴും വന്നു പോകുന്ന അതിഥി മാത്രം. ഫ്ലൈറ്റിൽ വന്നിറങ്ങുന്നു. മൾബറി ഹൗസിൽ നമ്പ്യാർ സാറിന് മാത്രമുള്ള സ്യൂട്ടിൽ ചെന്ന് വിശ്രമിക്കുന്നു. ഒരു മീറ്റിങ്ങോ ഡിസ്കഷനോ കഴിഞ്ഞ് അടുത്ത ദിവസം ഫ്ലൈറ്റിൽ അടുത്ത സ്ഥലത്തേക്ക് പറക്കുന്നു. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ മൾബറി ഹൗസും മഹാദേവൻ നമ്പ്യാരുമായിട്ടുള്ള ബന്ധം. പിന്നെ ഉടമസ്ഥാവകാശവും, അഷ്ടമൂർത്തി വിവരിച്ചു. നയോമി ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാതെ മരിയാനെറ്റോയുടെ വീട്ടിലെ ചുമരുകളിൽ ഫ്രെയിം ചെയ്തു വച്ചിരിക്കുന്ന ഫോട്ടോകൾ നോക്കിക്കൊണ്ട് നടന്നു. അവയെല്ലാം പഴയ കാല ചിത്രങ്ങളായിരുന്നു. മൾബറി ഹൗസ് വിൽക്കാൻ വേണ്ടിയാണ് ഒടുവിൽ മഹാദേവൻ നമ്പ്യാർ ഡൽഹിയിൽ വന്നത്.
അതിൻ്റെ കച്ചവടം വില പറഞ്ഞ് ഉറപ്പിച്ചു വച്ചിരുന്നതാ. 472 കോടി രൂപയായിരുന്നു വിൽപ്പന വില. ആ കച്ചവടത്തിനെത്തിയ മഹാദേവൻ നമ്പ്യാർ ദുരൂഹ സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജയിലിൽ വെച്ച് മരണവും സംഭവിച്ചു. അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കുറ്റകൃത്യവും ചെയ്തിരിക്കണ്ടേ? മലേഷ്യയിൽ ബിസിനസ് തട്ടിപ്പ് നടത്തി മുങ്ങിയ ആൾ ഒരു മലേഷ്യൻ പൗരനെ കൊണ്ട് മലേഷ്യൻ പോലീസിന് കംപ്ലൈൻറ്റ് കൊടുപ്പിക്കുന്നു. കോടിക്കണക്കിന് രൂപ അയാളെ പറ്റിച്ചെടുത്തു എന്നാണ് പരാതി. എന്നിട്ട് മലേഷ്യൻ പോലീസിൽ സ്വാധീനമുള്ളവരെ ഉപയോഗിച്ച് ഡൽഹി പോലീസിന് മെസ്സേജ് അയക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഒരാൾ ഡൽഹിയിലേക്ക് കടന്നിട്ടുണ്ട്. ഫ്ലൈറ്റിൽ പുറപ്പെട്ട സമയം, ടെർമിനൽ 2-വിൽ നിന്ന് മഹാദേവൻ നമ്പ്യാർ പുറത്തേക്ക് വരുന്ന സമയം, എൻട്രൻസ് ഗേറ്റിൽ വെച്ച് നമ്പ്യാർ സാറിനെ അറസ്റ്റ് ചെയ്യേണ്ട സമയം എല്ലാം പ്രീ പ്ലാൻഡ് ആയിരുന്നു. കൈലാസ് നാഥും അയാളുടെ രാഷ്ട്രീയ പിമ്പുകളും കൂടിയാണ് എല്ലാ ചരടുവലിയും നടത്തിയത്. മൈ ഗോഡ്, മരിയാൻ നെറ്റോ നെഞ്ചിൽ കൈവച്ച് വിലപിച്ചു. ഇന്ത്യയിൽ യാതൊരു കുറ്റകൃത്യവും മഹാദേവൻ ചെയ്തിട്ടില്ലെന്ന് ഓർക്കണം. ഒരു ഇന്ത്യൻ പൗരൻ പോലും നമ്പ്യാർക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ടിട്ടുമില്ല. മലേഷ്യൻ പോലീസിന് കിട്ടിയ കംപ്ലൈൻറ്റ് ഫേക്കായിരുന്നുവെന്ന് പിന്നീട് തെളിഞ്ഞു. മലേഷ്യൻ പോലീസ് ഡൽഹി പോലീസിന് കൈമാറിയ മെസ്സേജ് പോലും ഫേക്ക് മെസ്സേജ് ആയിരുന്നത്രേ. ജയിലിൽ എന്താ സംഭവിച്ചത്? മരിയാൻ നെറ്റോ ചോദിച്ചു. ലോക്കൽ കുറ്റവാളികളുടെ സെല്ലിൽ അടച്ചിട്ട് തടവ് പുള്ളികളെ കൊണ്ട് ക്രൂരമായി മർദ്ദിപ്പിച്ചു. എന്നിട്ട് വേറെ സെല്ലിലേക്ക് മാറ്റി. ക്രോണിക് ഡയബറ്റിക് ആയിരുന്നു നമ്പ്യാർ സാർ. ഹൈ BP-യും. ദുഷ്ടന്മാർ ജയിലിൽ നമ്പ്യാർ സാറിന് മരുന്ന് കൊടുത്തില്ല. മെഡിസിൻ കൃത്യസമയത്ത് കഴിച്ചില്ലെങ്കിൽ തൻ്റെ രോഗനില വഷളാകുമെന്ന് നമ്പ്യാർ സാർ കെഞ്ചി പറഞ്ഞിട്ടും ജയിലിൽ വാർഡൻ മരുന്ന് നിഷേധിച്ചു. ലക്ഷക്കണക്കിന് രൂപ ഓഫർ ചെയ്തിട്ട് പോലും മരുന്ന് കൊടുത്തില്ല. നിസ്സാരമായിട്ട് ഒരു ലോക്കൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാവുന്നതേയുള്ളൂ ഇൻസുലിൻ ഇഞ്ചക്ഷനുള്ള മരുന്നും സിറിഞ്ചും. കോടീശ്വരനാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? ജയിലിലായി പോയില്ലേ. മരുന്ന് കിട്ടുന്നില്ല. 3 ദിവസം കിടന്നു. അപ്പോഴേക്കും രോഗനില വഷളായി. രാത്രി കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി. ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചു. മൈ ഗോഡ്, മരിയാൻ നെറ്റോ നെഞ്ചിൽ കൈയമർത്തി വേദനയോടെ വീണ്ടും മന്ത്രിച്ചു. ഇതൊക്കെ എങ്ങനെ തന്നെ സംഭവിക്കണമെന്നും സംഭവിക്കുമെന്നും വളരെ വ്യക്തമായിട്ട് ബോധ്യമുള്ള ആളായിരുന്നു കൈലാസ് നാഥ്. ഈ ഗൂഢാലോചനയൊന്നും പോലീസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേ? കുറേ ബഹളവും ആരോപണങ്ങളും അന്വേഷണ പ്രഹസനങ്ങളും ഒക്കെയുണ്ടായി. ഒടുവിൽ എല്ലാം തേഞ്ഞു മാഞ്ഞു പോയി. കൈലാസ് നാഥ് ഡൽഹിയിൽ നമ്പ്യാർ സാറിൻ്റെ മൾബറി ഹൗസിൽ താമസിച്ചുകൊണ്ട് തന്നെ എല്ലാ അണിയറ നീക്കങ്ങളും നടത്തി. നമ്പ്യാർ സാറിൻ്റെ മരണത്തോടെ അയാൾക്ക് ലോട്ടറി അടിച്ചില്ലേ? മൾബറി ഹൗസ് അയാളുടെ കസ്റ്റഡിയിലായി. പക്ഷേ നമ്പ്യാർ സാറിൻ്റെ ഭാര്യയും മക്കളും ഉണ്ടല്ലോ. അവർ ജീവിച്ചിരിക്കുമ്പോൾ നമ്പ്യാർ സാറിൻ്റെ സ്വത്തിന് അവർക്കല്ലേ അവകാശം? മലേഷ്യയിലല്ലേ ഭാര്യയും മക്കളും? അവർക്ക് ഇന്ത്യൻ പൗരത്വമില്ല. സിത്താരയ്ക്ക് ഇന്ത്യൻ പൗരത്വം ഉണ്ടായിരുന്നല്ലോ, മരിയാൻ നെറ്റോ പറഞ്ഞു. അതുകൊണ്ടല്ലേ സിത്താരയെ വകവരുത്തിയത്? അതും കൈലാസ് നാഥ് തന്നെയാണോ? അതിനു പിന്നിൽ കൈലാസ് നാഥ് മാത്രമല്ല, വേറെ ചിലർ കൂടിയുണ്ട്. അതാരൊക്കെ? മരിയാൻ നെറ്റോയ്ക്ക് ഉദ്വേഗമായി. പറയാം. അഷ്ടമൂർത്തി നയോമിയെ വിളിച്ചു. നയോമി, നീ എന്തെങ്ങനെ മാറി നടക്കുന്നത്? നീയും കൂടി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ലേ ഞാൻ പറയുന്നത്. നയോമി മനസ്സില്ലാ മനസ്സോടെ വരാന്തയിൽ നിന്ന് ഇരിപ്പുമുറിയിലേക്ക് വന്നു.